നിരീക്ഷകർ മാധ്യമപ്രവർത്തനമായ ശ്രീ ജോർജ് പൊടിപ്പാറ നമുക്ക് പറ്റുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, ജനാധിപത്യപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ആർക്കും നടത്താം, അത്രയേ ഉള്ളൂ ഞങ്ങൾ കണക്കാക്കുന്നത് എന്നൊരു നിലപാടിൽ നിന്നൊക്കെ മാറി തുറന്ന് തരൂരിനെ എതിർക്കുക, പാർട്ടി മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ വിമർശിക്കുക, അങ്ങനെ തുറന്ന പ്രതികരണങ്ങൾ നടത്തുക. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ആ ഒരു തുറന്ന പോര് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈക്കമാൻഡിന് ഒരു സന്ദേശം നടക്കുന്നു, ഹൈക്കമാൻഡിനോട് തരൂരിനെതിരെ ഒരു നടപടി എടുക്കാൻ പറയുന്നു, അതോ ഈ തുറന്ന പോരുമായി അത്തരം ഒരു പോരുമായി മുന്നോട്ട് പോകുക? എന്താണ് കോൺഗ്രസ് നേതാക്കൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ശശി തരൂർ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? ശശി തരൂരിനെ ഈ രീതിയിൽ ശശി തരൂരിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക പാർട്ടിക്ക് പ്രയാസമാണെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഉന്നത നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ ശശി തരൂരിനെതിരെ ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകുന്നതിന് പകരം ശശി തരൂർ പല ഘട്ടങ്ങളിലും പാർട്ടിയെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നു. അതും ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തില് പാർട്ടി കേരളത്തിലെ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കുക, സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുക, കാർഷിക രംഗത്തെ പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുക. അതിനിടയിൽ ശശി തരൂരിനെ പോലുള്ള ഒരാള് ഈ വ്യവസായ രംഗത്തെ വൻ കുതിപ്പിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് തുറന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഒരു വലിയ ലേഖനം ഒരു എഡിറ്റ് പേജിൽ, ഒരു പ്രധാന പത്രത്തിന്റെ എഡിറ്റ് പേജിൽ സർക്കാരിനെ മുക്തകണ്ഠം വ്യവസായ നയത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന വിമർശനത്തിന്റെ മൊനയൊടിക്കുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രി അടക്കം ഇടതുമുന്നണി പൂർണ്ണമായിട്ടും ശശി തരൂരിനെ വളരെയധികം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ ശശി തരൂർ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതെല്ലാം മറന്നുകൊണ്ട്, അദ്ദേഹത്തെ വിമർശിച്ചതൊക്കെ മറന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ശശി തരൂർ കൊടുത്ത ആ സർട്ടിഫിക്കറ്റിനെ പരമാവധി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് കോൺഗ്രസ് ഉയർത്തുന്ന മുഴുവൻ ആരോപണങ്ങളെയും ശശി തരൂരിന്റെ ലേഖനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ അതിന്റെ മുനയൊടിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ നേട്ടമായിട്ട് തന്നെ ഇടതുമുന്നണി അതിനെ ചൂണ്ടിക്കാണിക്കുക. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയൊരു ആയുധമായിട്ട് അത് ഉപയോഗിക്കപ്പെടും എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ടാണ് ശശി തരൂരിനെ പോലെ കോൺഗ്രസിന്റെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം, ഏറ്റവും മുതിർന്ന നേതാവ്, കോൺഗ്രസ് ഏറ്റവും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ പാർട്ടിക്കത് ഈ ഘട്ടത്തിൽ താങ്ങാവുന്നതിനപ്പുറമുള്ള ഒരു സംഗതിയാണ്. ശശി തരൂർ ഔചിത്യം കാണിച്ചില്ല എന്നൊരു തോന്നൽ പാർട്ടിക്കകത്തുണ്ട്. അത് സ്വാഭാവികമാണ് തന്നെ, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ശശി തരൂരിനെ പോലെ ഒരു വലിയ നേതാവിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നീക്കമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത്. ഒരുപക്ഷെ ശശി തരൂർ വിശ്വ പൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല നടപടികളെയും അദ്ദേഹം പല ഘട്ടത്തിലും സ്വാഗതം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക നയങ്ങളെ, വികസന നയങ്ങളെ എല്ലാം തുറന്ന് അഭിനന്ദിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥ, ഈ ഒരു സമയം ശശി തരൂർ വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ, അല്ലെങ്കിൽ മിനിമം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ആശയപരമായിട്ടുള്ള ഈ എതിർപ്പ് ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക, അത് മാത്രമാണോ കോൺഗ്രസ് നേതാക്കൾ ഉദ്ദേശിക്കുന്നത്? അതൊരു നടപടി എടുക്കാൻ ഹൈക്കമാൻഡിനെ പ്രഷറൈസ് ചെയ്യുക കൂടി ഇതിന്റെ പിറകിലുണ്ടോ? അതായത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പൊ ഈ വ്യവസായ നയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അത് ഇപ്പൊ കുഴനാടൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യവസായ നയത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം, അതായത് കഴിഞ്ഞ കാലങ്ങളിലെ സമീപനം മാറ്റി, അതായത് വികസനത്തിന് ചില വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ നിലപാടുകൾ മാറ്റേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു സമീപനത്തിലേക്ക് ഇടതുമുന്നണി വരുന്നത്, അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ സാധാരണഗതിയിൽ അതിനെ വലതുപക്ഷ വ്യതിയാനം എന്നാണ് സാധാരണഗതിയിൽ വിശേഷിപ്പിക്കുക. അതായത് ഇതുവരെ തുടർന്നു വന്ന ഇടതുപക്ഷ നിലപാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുതിയ കാലഘട്ടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യവസായ നയത്തിന്റെ കാര്യത്തിലായാലും ശരി, വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ മറ്റു പല കാര്യങ്ങളിലും പുതിയ കാലത്തിനൊപ്പം മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയിലേക്ക് ഇടതുമുന്നണി മാറുന്നു. അത് ഒരു പരിധിവരെ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ആ വരട്ടുവാദമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകളും നിലപാട് മാറ്റവും വേണം എന്ന് ഇടതുമുന്നണി തിരിച്ചറിയുന്നുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. പക്ഷേ ഇവിടെ ശശി തരൂർ ചെയ്തിരിക്കുന്നതിനകത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് എന്തിന്റെ എല്ലാം പേരിലാണോ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നത്, ആ പ്രതിരോധത്തിന്റെ മുഴുവൻ മുനയൊടിക്കുന്ന രീതിയിലാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് പോകുക പാർട്ടിക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ
വലിയ ഒരു ആക്രമണം വരിക, അതായത് സ്വന്തം നെഞ്ചിലേക്ക് പാർട്ടി തന്നെ നിറയൊഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എങ്ങനെ പറഞ്ഞു നിൽക്കും? ശശി തരൂർ കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് ഇടതുമുന്നണി വലിയ ഒരു അംഗീകാരമായിട്ട് കരുതുകയും അതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാണ് കോൺഗ്രസ് അതിന് ഒരു മറുവാദം നിരത്തുക? അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ വി ഡി സതീശനോ അല്ലെങ്കിൽ സുധാകരനോ വിചാരിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല അത്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലേഖനത്തിനെതിരെ പാർട്ടിക്കകത്തുനിന്ന് കടുത്ത വിമർശനം ഉണ്ടാവുന്നുവെന്ന് മനസ്സിലാക്കിയ ശേഷവും ശശി തരൂർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ എല്ലാ കാലത്തും വസ്തുതകളായി ഉൾക്കൊള്ളുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തെ വികസനത്തിന്റെ കാര്യം വരുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെക്കണം, ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ തീരണം എന്നൊരു നിലപാടാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് പാർട്ടി ഉടനടി ഒരു അച്ചടക്ക നടപടിയിലേക്കൊന്നും പോവില്ല. ഒരുപക്ഷെ ഇനിയുള്ള ഒരു 5-6 മാസം അല്ലെങ്കിൽ 7-8 മാസം അല്ലെങ്കിൽ 1.5 വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ കാലഘട്ടത്തിൽ ഇതുപോലെ പാർട്ടിയെ വിഷമവൃത്തത്തിലാക്കുന്ന ഒരു അവസ്ഥ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ശശി തരൂർ ഭാവിയിലെങ്കിലും പിന്മാറണം. ഇത്തരം കാര്യങ്ങൾ ലേഖന രൂപത്തിലായാലും പ്രസ്താവന രൂപത്തിലായാലും പാർട്ടിയുടെ പൊതുവികാരത്തിന് വിരുദ്ധമായ രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാട് പോയിന്റ് ക്ലിയർ ആണ്. ശ്രീ ജോർജ് പടിപ്പാറ, വളരെ നന്ദി. എൻ ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ കൂടി. പാർട്ടി കോൺഗ്രസ് ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ശശി തരൂർ ഇട്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇതിൽ കൂടുതൽ പ്രതികരിച്ചാൽ അത് സംസ്ഥാന നേതൃത്വത്തിന് ഇത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. പ്രതികരിച്ചില്ലെങ്കിൽ അച്ചടക്കം എല്ലാവർക്കും ബാധകമല്ലേ എന്ന് അണികൾ പോലും ചോദിക്കുന്ന ഒരു സാഹചര്യം വരും. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും പാർട്ടി? നോക്കൂ, ഇതേ ശശി തരൂരിന്റെ വിഷയത്തില് അതിപ്പോ ഈ താൽക്കാലികമായി ഉണ്ടാകുന്ന ചർച്ചകളും വിവാദമൊക്കെ അത് പെട്ടെന്ന് തീരും. കാരണം നമ്മൾ മറന്നുപോയ ഒരു സംഗതിയുണ്ട്. കഴിഞ്ഞ 2021 ഇദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു മാൾ ഉദ്ഘാടന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വ്യവസായ നയം വളരെ ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞു എഴുതിയിരുന്നു. അതിനുശേഷം അദ്ദേഹം അന്ന് തന്നെ 2020 ഡിസംബർ മാസത്തില് മാതൃഭൂമി പത്രത്തിലെഴുതിയ ലേഖനത്തില് അദ്ദേഹം അതിൽ വ്യക്തമായ വേറൊരു വിശദീകരണം കൊടുത്തു. അതായത് ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാതെയാണ് മറ്റുള്ളവർ പ്രതികരിക്കുന്നത്. അത് CPM ഇക്കാര്യം പൊക്കിപ്പിടിക്കുന്നത് കാപട്യമാണ്, അവരുടെ അഭിനന്ദനവും കാപട്യമാണ്. കേരളയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അദ്ദേഹം വിശദീകരണം കൊടുത്തു. ആ ഒപ്പിടാത്ത വിഷയത്തിൽ MP-മാർക്കൊപ്പം ഇദ്ദേഹം ഒപ്പിട്ടില്ല എന്നുള്ള വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു നിഗമനത്തിൽ എത്തിയിട്ട് പറഞ്ഞു, ഞാൻ കേരളത്തിന് അനുകൂലമല്ല, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു. അപ്പൊ അതൊക്കെ അതിനുശേഷമായിരുന്നു നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത്. അതിൽ അദ്ദേഹം LDFനും അതുപോലെ തന്നെ BJPക്കുമെതിരായ നിലപാടെടുത്ത് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. പക്ഷെ ഇത് വിഷയം എന്താണെന്ന് വെച്ചാല് താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ CPM ഇദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. കാരണം ശശി തരൂരിനെ നമ്മൾ രണ്ട് രീതിയിൽ കാണണം. ഒന്ന്, അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന അടിത്തട്ടിന്റെ ജനവികാരവും പ്രവർത്തകരുടെ വികാരവും അറിയുന്ന ഒരു നേതാവല്ല.